In the name of God, the most merciful, the most beneficent. Bismillahirrahmanirrahim. Assalamu alaikum wa rahmatullahi wa barakatuh. ആദരണീയനായ ബഹുമാന്യനായ മുൻ മന്ത്രി ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി അവർകൾ, എൻ്റെ സുഹൃത്തും സഹോദരനും സഹോദര തുല്യനുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് MLA, ബഹുമാന്യനായ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ VP അനിൽകുമാർ, PV അൻവർ എൻ്റെ സുഹൃത്ത് MLA, KT ജലീൽ MLA, ഉബൈദുള്ള MLA, UA ലത്തീഫ് MLA, ഈ കേരളത്തിൻ്റെ ഫുട്ബോൾ രംഗത്ത് വികസന പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്ന സംഘടനയുടെ സാരഥി എൻ്റെ സുഹൃത്ത് നവാസ് മീരാൻ, എൻ്റെ സഹോദരൻ, ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് വളരുകയും ചെയ്ത ശ്രീ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ. കേൾക്കണില്ലേ? പറയട്ടെ. ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ, അൻവർ എൻ്റെ സഹോദരൻ അൻവർ അമീൻ, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരന്മാർ, പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകൾ എൻ്റെ മുന്നിലുണ്ട്, ക്ഷമിക്കണം. എല്ലാം സമയത്തിൻ്റെ ദൗർലഭ്യത മൂലം അവരെല്ലാവരെയും പേരെടുത്താൻ പറയാൻ സാധ്യമല്ല, ക്ഷമിക്കണം. എൻ്റെ സഹോദരന്മാർ, സഹോദരികൾ, ഈ മലപ്പുറം ടീമിന് വേണ്ടി കളിക്കുന്ന ഈ ഇരിക്കുന്ന മലപ്പുറത്തിൻ്റെ കർമ്മോത്സുകരായ ഫുട്ബോൾ ഭടന്മാർ, മറ്റ് സുഹൃത്തുക്കളെ, ആദ്യമായി ഞാൻ നേരം വൈകിയതിൽ നിങ്ങളോട് മാപ്പപേക്ഷിക്കുകയാണ്. ഞാനിവിടെ 5 മണിക്ക് എത്താമെന്നാണ് ജനാബ് ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ എൻ്റെ സഹോദരനോടും സുഹൃത്തുക്കളോടും പറഞ്ഞത്. ഇന്ന് കാലത്ത് തിരുവനന്തപുരത്ത് 33 കൊല്ലം എൻ്റെ സഹപ്രവർത്തകനായ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഇമാം ഷബീർ, ഇമാം ഹസൻ്റെ അനുജൻ ഷബീർ, ആ ഷബീറിൻ്റെ മകളുടെ വിവാഹം ഞാൻ കൊടുത്ത ഡേറ്റ് ആണിത്. ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്നലെ രാത്രി തന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോവുകയും ഇന്ന് കാലത്ത് 12 മണിക്ക് അവിടുത്തെ നിക്കാഹ് കഴിയുകയും നേരെ ഹെലിപ്പാഡിൽ വന്ന് 1 മണിക്ക് ഞാൻ ഹെലികോപ്റ്റർ പൊന്തി ഞാൻ തൃശ്ശൂർ ഇറങ്ങി ഭക്ഷണം കഴിച്ചതിന് ശേഷം 4:30 മണിക്ക് 5 മണിക്കുള്ളിൽ ഇവിടെ എത്താം എന്ന് ഉള്ള പ്രതീക്ഷയിലെത്തി. തൃശ്ശൂരെത്തിയപ്പോൾ ക്ലൈമറ്റ് വെതർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൊറാശ രക്ഷപ്പെടുത്തിയതാണ്. രണ്ടാമതൊരു ഭാഗ്യ പരീക്ഷണത്തിന് പൈലറ്റുമാർ തയ്യാറായില്ല. തൃശ്ശൂർ വരെ എത്തിയിട്ട് ഞങ്ങൾ മടങ്ങി വീണ്ടും കൊച്ചിയിലേക്ക് പോയി. അവിടെ ഇരുന്നു. എൻ്റെ ഫ്ലൈറ്റ് പ്രത്യേക പെർമിഷൻ എടുത്ത് ഇവിടെ 6 മണി 5:45 തിരുവനന്തപുരത്ത് കോഴിക്കോട് ഇറങ്ങി. അവിടെ നിന്ന് 1 മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത്. എന്നിരുന്നാലും വേറെ ഏത് പരിപാടിയാണെങ്കിലും ഞാൻ സ്നേഹപൂർവ്വം ഒഴിയുമായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരന്മാരായ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീനും അൻവർ അമീൻ അവരോട് എനിക്കൊരിക്കലും
നോ പറയാൻ സാധിക്കാത്തതുകൊണ്ട് ഇന്ന് മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടാണ് നിങ്ങളെ കാണാനെത്തിയത്. ആയതുകൊണ്ട് ദയവ് ചെയ്ത് ആ നേരമുള്ള ക്ഷമാപണം ആദ്യമായി ഞാൻ നിർവഹിക്കട്ടെ. ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അടുപ്പവും കണ്ടപ്പോൾ ഞാനിനി വേണമെങ്കിൽ ഒരു മണിക്കൂർ കണക്കിന് ഞാൻ അമീനോട് പറഞ്ഞ് എനിക്കിനി തിരക്കില്ല, ഏതായാലും എനിക്ക് കാറിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഹെലികോപ്റ്റർ ഇപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ 350 ഫീറ്റ് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും എൻ്റെ ഭാര്യയെയും താഴത്തെ ഇറങ്ങി രക്ഷപ്പെടുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാറിൽ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇനി സോറി, നിങ്ങൾ ക്ഷമിക്കണം, 1.5 മണിക്കൂർ വൈകി. അതിൽ ഞാൻ നിങ്ങളോടെല്ലാവരോടും പ്രത്യേകിച്ച് ആവേശത്തോടെ ഇവിടെ നിൽക്കുന്ന നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ എൻ്റെ കൊച്ചനുജന്മാർ ഇവിടെ കാത്തു നിൽക്കുന്നു. അവരുടെ ആവേശം കാണുമ്പോൾ ഞാൻ സന്തോഷം, സ്നേഹവും ആദരവും അഭിനന്ദനവും ആദ്യമായി നിങ്ങളോട് രേഖപ്പെടുത്തട്ടെ. ഒരിക്കൽ കൂടി മാപ്പപേക്ഷിക്കുന്നു. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കേരളത്തിൻ്റെ ഫുട്ബോൾ ഈറ്റില്ലമെന്ന പേരിൽ പേരുകെട്ട മലപ്പുറത്ത് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം ഫുട്ബോൾ ക്ലബിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച ഈ വേളയിൽ ക്ലബ്ബ് ഭാരവാഹി പ്രവർത്തകർക്കും വിശിഷ്യ എൻ്റെ സഹോദരന്മാരായ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ, അൻവർ, അമീൻ എന്നിവർക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ജനകീയമായ ഒരു കായിക ഇനമാണ് ഫുട്ബോൾ. ഒട്ടേറെ ദേശീയ അന്തർദേശീയ താരങ്ങളെയാണ് നമ്മുടെ സംസ്ഥാനം ഈ ലോകത്തിനും ഈ മലപ്പുറം കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും സംഭാവന ചെയ്തത് എന്നത് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഒളിമ്പ്യൻ റഹ്മാൻ, ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ, TS മണി, തൃശ്ശൂർ ആൻ്റണി, മലപ്പുറം മൊയ്തീൻകുട്ടി, MRC ചേക്കു തുടങ്ങിയ IM വിജയൻ ഞാനിപ്പോൾ കാണുകയുണ്ടായി, പാപ്പച്ചൻ, ഷറഫലി, സത്യൻ ഉൾപ്പെടെയുള്ളവർ ഫുട്ബോളിനെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കാണ് വഹിച്ചത്. എൻ്റെ ചെറുപ്പത്തിൽ കോഴിക്കോട് നടന്ന സന്തോഷ് ട്രോഫി മത്സരം കാണാൻ പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായൊരു ഓർമ്മ. നാട്ടികയിലെ ഫിഷറീസ് GFHS ഗവൺമെൻറ് ഫിഷറീസ് സെക്കൻഡറി ഹൈസ്കൂളിൽ ഞാൻ ഫുട്ബോൾ സ്ഥിരം കളിക്കാറുണ്ട്. അങ്ങനെ മലപ്പുറത്ത് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലത്ത് ഒരു സന്തോഷ് ട്രോഫി മത്സരം നടക്കുകയുണ്ടായി. കേരളത്തെ ജീവിച്ചിരുന്ന ഗർജിക്കുന്ന സിംഹമായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ CH മുഹമ്മദ് കോയ സാഹിബാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത്. വിക്ടർ മഞ്ഞില ഗോൾ കീപ്പറായിരുന്നു. അങ്ങനെ അന്നു മുതൽ ഞാൻ ഫുട്ബോൾ കാണാനും കളി കാണാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഖത്തർ രാജാവ് അമീർ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം ഫിഫ ഫൈനൽ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുണ്ടായി. അന്ന് മെസ്സിയുമായി കാണാനും പരിചയപ്പെടാനും സ്നേഹം പങ്കിടാനും സാധിക്കുകയുണ്ടായി. അപ്പോൾ ഞാനും ഒരു ഫുട്ബോൾ കളിക്കാരനല്ലെങ്കിലും ഞാൻ കച്ചവടത്തിൻ്റെ കളിക്കാരനാണെങ്കിൽ തന്നെ ഫുട്ബോളിനോടും എനിക്ക് വളരെ വാത്സല്യമാണ്. ആയതുകൊണ്ട് ഐ വിഷ് ദം ഓൾ സക്സസ് ഫോർ ദെയർ വിക്ടറി. അതുകൂടാതെ ഈ മലപ്പുറം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീമിന് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ്. I am not declaring what the gift it is, but if you win, sure I can promise you that I will give a gift to each and everybody. So we'll pray for you to win the match. Thank you. കാരണം അതിൽ മലയാളം അറിയാത്തവരെനിക്ക് കാണുന്നുണ്ട്, അത് കാരണം ഞാൻ ഇംഗ്ലീഷിലാക്കിയത്. ഞാൻ ഇത്രയും വലിയൊരു ക്രൗഡ് പ്രതീക്ഷിച്ചതല്ല. ആദ്യമായി ഞാൻ മലപ്പുറത്ത് ഒരു പൊതുസമ്മേളനത്തിൽ വന്നത് എനിക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട
എൻ്റെ സഹോദരൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ഏറനാട് താലൂക്കിലെ കണ്ണിലുണ്ണിയായിരുന്ന പാണക്കാട് PMSA പൂക്കോയ തങ്ങളുടെ മൂത്ത മകൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ എനിക്കൊരു സ്വീകരണം തരികയുണ്ടായി. ആ സ്വീകരണത്തിൽ പങ്കെടുക്കാനാണ് ആദ്യമായി ഞാൻ ഒരു പൊതുസമ്മേളനത്തിൽ മലപ്പുറത്തെത്തുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആയതുകൊണ്ട് എനിക്ക് ഈ ടീം വിജയിക്കുമെന്നുള്ളതിൽ ഉറപ്പുണ്ട്. കാരണം എല്ലാ പാർട്ടിയിൽപ്പെട്ട MLA-മാരും ഇവിടെ ഉണ്ട്. അപ്പം എല്ലാവരുടെ കൂട്ടായ പ്രവർത്തനവും പ്രചോദനവുമാണ് ഈ വിജയത്തിന് അതിൻ്റെ ബേസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് ഐ ഹോപ്പ് ദാറ്റ് മൈ ഫ്രണ്ട്സ് യു വിൽ വിൻ. മൈ പ്രേ ആൾവേസ് വിത്ത് യു. കേരളത്തിലെ കുഞ്ഞുകുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഫുട്ബോൾ പ്രേമികളാണ്. ഞാൻ ഖത്തറിൽ ചെന്നപ്പോൾ ഫിഫയുടെ ഫൈനൽ കാണാൻ ചെന്നപ്പോൾ ഞാൻ അവിടെയുള്ള ആളുകളിൽ അറബികൾ ഉണ്ട്, അനറബികളുണ്ട്. പക്ഷേ ഒരുപാട് മലയാളികൾ ഇതിനു വേണ്ടി മാത്രം കുടുംബസമേതം ആ ഫിഫ ഫൈനൽ കാണാൻ വരികയുണ്ടായി. അപ്പോൾ നമ്മളൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മുടെ ബ്ലഡിലുണ്ട്. ആയതുകൊണ്ടാണ് കണ്ട് എൻ്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും സഹോദരികളും എല്ലാം ഒത്തുകൂടിയിട്ടുള്ളത്. ഒരു കാലത്ത് ഇവിടെ നാഗ്ജി കപ്പ്, നെഹ്റു കപ്പ്, ശ്രീനാരായണ ട്രോഫി മുതലായ ഒരുപാട് ട്രോഫികളുണ്ടായിരുന്നു. ആ ട്രോഫിക്ക് വേണ്ടിയുള്ള കളികളുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ അതൊക്കെ പുതിയ ഈ ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ പേരക്കുട്ടി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ യുവാക്കളും ചെറുപ്പക്കാരും കൂടുതൽ ഈ ഡിജിറ്റലിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായ അധ്വാനവും കളികളും ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം മുമ്പ് നമ്മളൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കളുമായി ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഇന്ന് ഇതിൽ അഡിക്റ്റാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും അഡിക്റ്റാണ് ഇന്നത്തെ പുതിയ തലമുറ. ആ സ്നേഹബന്ധത്തിനും കുടുംബ ബന്ധത്തിനും സാഹോദര്യ ബന്ധത്തിനും കുറവുണ്ടോ എന്ന് സംശയിക്കുന്നു. ശാരീരികമായ കളികളിലും കുറവുണ്ട്. അത് മാറ്റി നിങ്ങൾ ശാരീരികമായി, കാരണം ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഡയബറ്റിക്, പ്രഷർ, കൊളസ്ട്രോള്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം എന്താണ്? ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കളിച്ചിരുന്ന മാതിരി ആ കളി കുറവാണ്. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളിലും കളികളിലും കായിക കളികളിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും ഇത് കുറച്ച് കുറയ്ക്കുകയും, ഇത് വേണ്ട എന്നല്ല പറയുന്നത്. കാരണം ഞാൻ ഈ iPad ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. അത് കുറച്ച് കുറയ്ക്കുകയും മറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണമെന്ന് കൂടി സാന്ദർഭികമായി ഞാൻ അഭ്യർത്ഥിക്കുക. കളിയിൽ ജയവും പരാജയവും ഒരു കോയിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. ജയിക്കാം, തോൽക്കാം, പക്ഷെ കളിക്കുക. അതാണ് ഞാൻ ഇവിടുത്തെ ടീം അംഗങ്ങളോടും അതിൻ്റെ കോച്ചിനോടും പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിച്ച ഈ സാഹോദര്യത്തിനും സ്നേഹത്തിനും ഈ ആർപ്പ് വിളിക്കും ഒരിക്കൽ കൂടി. നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ആർപ്പ് വിളി. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് എനിക്ക് എതിര് പാർട്ടിയില്ല. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സാഹോദര്യത്തിനും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മലപ്പുറം ടീം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ടീം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൽകുന്ന സ്വീകരണത്തിൽ ഞാൻ പങ്കെടുക്കാമെന്ന് എൻ്റെ സുഹൃത്തുക്കളായ അൻവർ അമീൻ അതുപോലെ ശംസുക്കയോടും പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ മഹാന്മാരായ ആളുകളാണ് ഇരിക്കുന്നത്. പാണക്കാട് വലവറയിൽ ശിഹാബ് തങ്ങൾ, എൻ്റെ സുഹൃത്ത് ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ, എൻ്റെ അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരേ ബന്ധം വെച്ച് പുലർത്തുന്ന സഹോദര തുല്യനായ ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ പാലോളി മുഹമ്മദ് കുട്ടി സാഹിബുമായിട്ട് ഞാൻ വളരെ സ്നേഹവും അടുപ്പവുമാണ്. ഞങ്ങൾ ഒരുമിച്ച് 2 ബോർഡുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ തൻ്റെ വകുപ്പിലുള്ള അറിവും വ്യാപ്തിയും ശരിക്ക് പഠിച്ചറിഞ്ഞവനാണ്. വഖഫ് വകുപ്പ് കൂടി അദ്ദേഹത്തിനായിരുന്നു.
അദ്ദേഹത്തിനും ഞാൻ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഒപ്പം ഇരുന്നതിൽ മറ്റെല്ലാവർക്കും എൻ്റെ സ്നേഹവും അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു വെരി മച്ച് ഫോർ എവരിതിങ്.